الحمد لله نعبده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقبى الدار. സത്യവിശ്വാസിനികളും വിശ്വാസികളുമായി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, സഹോദരികളെ, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം സ്ത്രീധനം തടയുക, സ്ത്രീയെ ആദരിക്കുക എന്നതാണ്. അതുമായി ഈ ആയത്തിന് എന്താണ് ബന്ധം എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം. നമുക്കറിയാം, സ്ത്രീധനം എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് പിരിച്ചെഴുതിയാൽ സ്ത്രീയുടെ ധനം എന്ന് ലഭിക്കും. ഈ സ്ത്രീധനത്തെ കുറിച്ച് നമ്മുടെ ചർച്ചയിലേക്ക് വരുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. വിവാഹം എന്നത് ഒരു കുടുംബ ജീവിതത്തിന്റെ തുടക്കമാണ് എന്ന് നമുക്കറിയാം. അപ്പോ ആ കുടുംബ ജീവിതത്തിന്റെ ഒടുക്കം എങ്ങനെയായിരിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം നമ്മൾ മനസ്സിലാക്കിയതുപോലെ നശ്വരമായ ഈ ലോകത്തല്ല, മറിച്ച് പരലോക ജീവിതത്തിലാണ് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിന്റെ തുടക്കം എന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. സ്വർഗ്ഗലോകത്തിലേക്ക് നമ്മൾ ഏവരും ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ മക്കളും നമ്മുടെ ഇണകളും നമ്മുടെ മാതാപിതാക്കളും നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളുമെല്ലാം ഉണ്ടാവണമെന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം നൽകുന്നത് അവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ്. അതാണ് ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത്. സ്വർഗ്ഗാരാമം, ജന്നാത്തു അദ്നി യദ്ഖുലൂനഹ, അതിൽ പ്രവേശിക്കും. മൻ സ്വലഹ മിൻ ആബാഇഹിം, അവരുടെ പിതാക്കന്മാരിൽ നിന്ന് നല്ലവരായിട്ടുള്ളവർ. വഅസ്വാജിഹിം, അവരുടെ ഇണകളിൽ നിന്നും നല്ലവരായിട്ടുള്ളവർ. വദുർരിയാതിഹിം, അവരുടെ സന്താനങ്ങളിൽ നിന്നും നല്ലവരായിട്ടുള്ളവർ. എന്നിട്ട് എന്താണ് അവിടുത്തെ അവസ്ഥ? വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, സ്വർഗ്ഗത്തിന്റെ എല്ലാ കവാടങ്ങളിൽ കൂടെയും മലക്കുകൾ പ്രവേശിച്ചുകൊണ്ട് അവരോട് പറയും, സലാമുൻ അലൈക്കും ബിമാ സബർതും, നിങ്ങൾ ക്ഷമിച്ചതുകൊണ്ട് നിങ്ങൾക്കിന്ന് സമാധാനമാണ്, നിങ്ങൾക്കിവിടെ ശാന്തിയാണ് എന്ന് എല്ലാ വാതിലുകളിലൂടെയും കടന്നു വന്നുകൊണ്ട് മലക്കുകൾ അവരെ അറിയിക്കുമെന്നാണ്. ഫനിഅമ ഉഖ്ബദ്ദാർ, അവസാനത്തെ ആ ഒരു വചനം എത്ര മനോഹരമാണ്, എത്ര അനുഗ്രഹീതമാണ് അവസാനം നമുക്ക് ചെന്നു ചേരാനുള്ള ആ ഗേഹം. ഇതാണ് ഈ ആയത്തില് വിവരിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഈ ലോകത്ത് നല്ലവരായ ഒരുപാട് പിതാക്കളല്ല,
അല്ലേ? നല്ലവരായ ഒരുപാട് മാതാപിതാക്കളുണ്ട്. പക്ഷേ ഒരിക്കലും തങ്ങളുടെ മക്കളെ ചൂണ്ടി ഇത് ഞങ്ങളുടെ മക്കളാണ് എന്ന് പറയാൻ ധൈര്യപ്പെടാത്ത, വേദനിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. അതില് അഗ്രഗണ്യന്മാർ പ്രവാചകന്മാർ തന്നെയാണല്ലോ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം. അദ്ദേഹത്തിന്റെ മകന് വേണ്ടി അവസാന നിമിഷത്തിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അദ്ദേഹം കെഞ്ചി നോക്കുന്നുണ്ട്, പ്രാർത്ഥിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹു കൊടുത്ത മറുപടി എന്താ? അവൻ നിന്റെ അഹലിൽപ്പെട്ടവനല്ല. അള്ളാഹു നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു, നിന്റെ കുടുംബത്തെ രക്ഷിക്കാമെന്ന്. ആ കുടുംബത്തിൽ ഇവൻ പെട്ടിട്ടില്ല. കാരണം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കുടുംബം എന്ന് പറയുന്നത് വിശ്വാസികളായ കുടുംബത്തെ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് മാതാപിതാക്കൾ നല്ലവരാണ്, പക്ഷേ മക്കൾ ചീത്തയാണ്. ഇനിയോ മക്കൾ നല്ലവരായിട്ട് മാതാപിതാക്കൾ ചീത്തയായവരില്ലേ? വിശുദ്ധ ഖുർആനിൽ അതിനും ഉദാഹരണമുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പൊന്നുമോൻ ആദർശത്തിനു വേണ്ടി സ്വന്തം ജീവിതം പോലും പണയപ്പെടുത്താൻ സന്നദ്ധനായി നമ്രൂദിന്റെ അഗ്നികുണ്ഡാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട പ്രവാചക വര്യൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവായ ആസർ ആരായിരുന്നു? അവസാനം ആസർ അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചീത്തയായ പിതാവ്. ഇനി ഭാര്യമാരില്ലേ അത്തരക്കാർ? തീർച്ചയായും ഉണ്ട്. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഭാര്യമാർ അവിശ്വാസിനികളുടെ മാതൃകയായിട്ട്, വിശ്വാസിനികളുടേതല്ല, അവിശ്വാസിനികളുടെ മാതൃകയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കാണിച്ചത്. അപ്പോ സത്യവിശ്വാസികളായ ഏറ്റവും നല്ല ശുദ്ധരായിട്ടുള്ള രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാർ അവിശ്വാസിനികളായിരുന്നു. അവിശ്വാസിനികളായിരുന്നു എന്ന് മാത്രമല്ല, അവിശ്വാസിനികൾക്ക് മാതൃകയായി എടുത്തു പറയാൻ പറ്റുന്നവരായിരുന്നു. അപ്പോ ഇണകൾ ചീത്തയാകാം. ഇനി തിരിച്ചുമില്ലേ ഉദാഹരണങ്ങൾ? ഭർത്താക്കന്മാർ ചീത്തയായിട്ടുള്ളവരുടെ ഭാര്യമാർ. വിശുദ്ധ ഖുർആനില് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസിനികൾക്ക് മാതൃകയായി രണ്ട് സ്ത്രീരത്നങ്ങളെ പറഞ്ഞു. വിശ്വാസിനികൾക്ക് മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികൾക്കും മാതൃകയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് സ്ത്രീരത്നങ്ങളെ കുറിച്ച് പറഞ്ഞു. അതാരാണ്? ഒന്ന് ഇമ്രാഅത്തു ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യയാണ്. മറ്റൊന്ന് മറിയം ബിൻത് ഇമ്രാൻ, ഇമ്രാന്റെ മകൾ മറിയം ബീവി. ഇതിൽ നമ്മുടെ വിഷയവുമായി മറിയം ബീവിയെ യോജിക്കാത്തത് കൊണ്ട് ഞാൻ ഇവിടെ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് ഫിർഔനിന്റെ ഭാര്യ ഇമ്രാഅത്തു ഫിർഔൻ എന്നാണ് വിശുദ്ധ ഖുർആനിൽ അവർ അറിയപ്പെട്ടത്. അവരുടെ പേര് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ ഇസ്രായേലി കഥകളിലും മറ്റുമായി ആസിയ ബീവി എന്ന പേരിൽ നമുക്ക് അവരെ അറിയാം, അല്ലേ? അപ്പോ മക്കൾ നന്നായിട്ട് മാതാപിതാക്കൾ ചീത്തയായവരുണ്ട്, മാതാപിതാക്കൾ നന്നായിട്ട് മക്കൾ ചീത്തയായവരുണ്ട്, ഭാര്യമാർ നന്നായിട്ട് ഭർത്താക്കന്മാർ ചീത്തയായവരുണ്ട്, ഭർത്താക്കന്മാർ നന്നായിട്ട് ഭാര്യമാർ ചീത്തയായവരുണ്ട്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരു ഉപാധി വെച്ചിട്ടുണ്ട്, വമൻ സ്വലഹ, അല്ലേ? ആരാണോ നന്നായിട്ട് ജീവിച്ചത് അവരെ അവരുടെ കൺകുളിർമക്ക് വേണ്ടി സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചാൽ തന്നെ സ്വർഗത്തിന് പല തട്ടുകളുണ്ട്. അതിൽ ഒരുപാട് തട്ടുകളുണ്ട്. അതിൽ ചിലപ്പോൾ മാതാപിതാക്കൾ ഏറ്റവും നല്ല ഉന്നതിയിലാണ് നിൽക്കുന്നത് എങ്കിൽ താഴെ തട്ടിലുള്ള മക്കളെ അവരുടെ കൺകുളിർമക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മേലെ പദവിയിലുള്ള മാതാപിതാക്കളുടെ കൂടെ ആക്കുമെന്നാണ്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് സ്ത്രീധനം തടയുക, സ്ത്രീയെ ആദരിക്കുക എന്ന വിഷയവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഈ ഒരു ആയത്ത് ഇവിടെ പറഞ്ഞത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. അപ്പൊ ഒരു കുടുംബ ജീവിതത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ നമ്മളുടെ ലക്ഷ്യം ഈ ലോകത്തോടു കൂടി നമ്മുടെ ജീവിതം അവസാനിക്കുമെന്നല്ല. അങ്ങനെ നമ്മള് ആരും തന്നെ ആഗ്രഹിക്കുന്നുമില്ല, വിശ്വസിക്കുന്നുമില്ല. പിന്നെ നമ്മളുടെയൊക്കെ വിശ്വാസം എന്താണ്? നമ്മളുടെ മരണത്തോടു കൂടിയാണ് ശാശ്വതമായ ജീവിതത്തിലേക്കുള്ള കാൽവെപ്പ് തുടങ്ങുന്നത്.
അപ്പോൾ അവിടെ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ കൂടെ ഉണ്ടാവണം, എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഉണ്ടാവണം, എൻ്റെ ഇണകൾ എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹത്തിന് പ്രോത്സാഹനം നൽകിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്ത് നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ നിങ്ങൾക്ക് പ്രവേശിക്കാം, മാതാപിതാക്കളുടെ കൂടെ, മക്കളുടെ കൂടെ, നിങ്ങളുടെ ഇണകളുടെ കൂടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. എന്നിട്ട് എല്ലാ വാതിലുകളിലൂടെയും മലക്കുകൾ വന്ന് നിങ്ങൾക്ക് സമാധാനം, ശാന്തി എന്ന് പറയുകയാണെങ്കിൽ അത് എത്ര ധന്യമായ ഒരു വാസസ്ഥലമായിരിക്കും, എത്ര അനുഗ്രഹീതമായ ഒരു വാസസ്ഥലമായിരിക്കും. അപ്പോ ആ ഒരു വാസസ്ഥലത്തേക്ക് ഒരുങ്ങുവാൻ വേണ്ടിയിട്ടുള്ള ചവിട്ടുപടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. വിവാഹ ജീവിതത്തിലൂടെയാണ് കുടുംബജീവിതം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തിന്റെ ആദ്യ ഘട്ടമായിട്ടാണ് നമ്മുടെ ചർച്ചയിൽ സ്ത്രീധനം വരുന്നത്, അല്ലേ? സ്ത്രീധനം വരുന്നത് വിവാഹ ജീവിതത്തിന്റെ ആദ്യ പടിയായിട്ടാണ്. നമുക്കറിയാം, ഭൗതികവാദികൾ, എന്റെയൊക്കെ ഒരു UP സ്കൂൾ, ഹൈസ്കൂൾ തലത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ, എയ്ഡ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് നടന്നിരുന്നു. അതിൽ കേട്ട ഒരു പാട്ടാണ്, ഇന്ന് പലരും പ്രസംഗത്തിൽ പറയുന്നത് ഞാൻ കേട്ടില്ല, പക്ഷെ ഞാൻ ഈ പാട്ട് ആദ്യമായി കേട്ടത് ഒരു സിനിമാ പാട്ടാണെന്ന് തോന്നുന്നു. അപ്പൊ ഇത് ആദ്യമായിട്ട് ഞാൻ കേട്ടത് ആ ഒരു പ്രോഗ്രാമിൽ വെച്ചാണ് എന്ന് ഞാൻ ഓർക്കുന്നു. പാറി നടക്കും പറവകളൊന്നും വേലി കഴിക്കാറില്ല. എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? വിവാഹ ജീവിതം എന്ന ഒരു ആവശ്യവുമില്ല. കാരണം ഈ പാറി നടക്കുന്ന പക്ഷികളൊക്കെ വിവാഹം കഴിച്ചിട്ടാണോ ജീവിക്കുന്നത്? അല്ലല്ലോ. അപ്പൊ അതുപോലെ നമ്മൾക്കും ജീവിക്കണം എന്നുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുറവിളിയാണ് ഈ ഒരു പാട്ടില് അടങ്ങിയിട്ടിരിക്കുന്നത്. അപ്പൊ ഭൗതികവാദികള് ലൈംഗികതയെ എങ്ങനെയും ആസ്വദിക്കുവാൻ വേണ്ടി ഏത് രൂപത്തിലും നമുക്കത് വിനിയോഗിക്കാം, നമ്മുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് വിനിയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ പാട്ട് പാടുന്നത്. ഞാൻ പറഞ്ഞു, എയ്ഡ്സിന്റെ ബോധവൽക്കരണ ക്ലാസ്സിൽ വെച്ചിട്ട് ചാക്കോ സാറാണ് ഈ ഒരു കവിത പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത്. ഇതിന്റെ ഭവിഷ്യത്ത്, വരാനിരിക്കുന്ന മഹാമാരിയായ എയ്ഡ്സ് ആണ് എന്ന് അദ്ദേഹം ആഫ്രിക്കയിലെയും അതുപോലെ പല നാടുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന പരിഷ്കൃതം എന്ന് പറയുന്ന പല നാടുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു മഹാമാരിയെ കുറിച്ച് ഞങ്ങൾക്ക് ചെറിയ ക്ലാസ്സുകളിൽ ഉദ്ബോധനം നടത്തിക്കൊണ്ടാണ് ഈ ഒരു പാട്ട് പാടിയത്. ഇനി ആത്മീയവാദികളുടെ അവസ്ഥ എടുത്തു നോക്കിയാല് അവരെ സംബന്ധിച്ചിടത്തോളം വിവാഹ ജീവിതം, ലൈംഗികത ഇതൊക്കെ പാപമാണ് എന്നാണ് അവർ കരുതുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഏതു നേരവും ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, അവനെ ധ്യാനിച്ചുകൊണ്ട് ഏത് നേരവും അതിൽ തന്നെ മുഴുകി ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമുള്ളതാണ് ആത്മീയത എന്നവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്നാൽ വിശുദ്ധ ഖുർആൻ അതിന്റെയൊക്കെ മധ്യേ നിലനിൽക്കുന്നു എന്നതാണ് അഭിമാനകരമായ ഒരു വസ്തുത. ഫിത്രത്തല്ലാഹില്ലതി ഫതറന്നാസ അലൈഹ ലാ തബ്ദീല ലിഖൽഖില്ലാ ദാലിക ദീനുൽ ഖയ്യിം. എത്ര സുന്ദരമാണ് വിശുദ്ധ ഖുർആൻ. ഫിത്രത്തല്ലാഹില്ലതി ഫതറന്നാസ അലൈഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പ്രകൃതിയിലാണ്, അല്ലേ? ഒരു ശുദ്ധ പ്രകൃതിയിലാണ്. പ്രകൃതിക്ക് അനുയോജ്യമായ നിയമങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിധിച്ചിട്ടുള്ളത്. ലാ തബ്ദീല ലിഖൽഖില്ലാ, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ യാതൊരു മാറ്റത്തിരുത്തലിനും ആവശ്യമില്ല. അങ്ങനെ ഒരു മാറ്റത്തിരുത്തലിന്റെ ആവശ്യകതയില്ല. ദാലിക ദീനുൽ ഖയ്യിം, അതത്രേ ചൊവ്വായ മതം. ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോ മുസ്ലിം പെൺകുട്ടികൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്ന് പറയാനേ ഒരു വിമുഖത കാണിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. കാരണം എനിക്കത് വളരെയധികം അരോചകമായിട്ട് തോന്നിയിരുന്നു. കാരണം അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് ജനിച്ചു വളർന്നത്. ഒരു മുസ്ലിമാണ്, ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാൻ എനിക്ക് മടിയായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആൻ പഠിച്ചതിന് ശേഷം ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാൻ എനിക്ക് അഭിമാനമാണ്. കാരണം എന്താണ് ഇസ്ലാം എന്ന് നമ്മൾ അറിയുമ്പോൾ മാത്രമേ നമ്മുടെ ചുറ്റുമുള്ള മുസ്ലിം സമൂഹത്തെ നോക്കിയാൽ നമുക്കൊരിക്കലും സന്തോഷത്തോടു കൂടി ഞാനൊരു മുസ്ലിം സ്ത്രീയാണ് എന്ന് അഭിമാനപൂർവ്വം പറയാൻ പലപ്പോഴും സാധിക്കാറില്ല. വേറെ ഈ മലപ്പുറം ജില്ലയിലെ ആളുകളെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെയൊക്കെ കുറെ ഉത്ബോധനങ്ങൾ ലഭിച്ച്
ദീന് കുറേയൊക്കെ മനസ്സിലേക്ക് കടന്ന് അങ്ങനെ ഒരു നല്ല സമൂഹത്തെ, ശരിക്കും മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഒരു നല്ല വിഭാഗത്തെ ഞാൻ കാണുന്നത് എടവണ്ണ ജാമിയ നദവിയിൽ പോയിട്ട് അറബി കോളേജിൽ പഠിക്കുവാനുള്ള അവസരം ലഭിച്ചപ്പോൾ മാത്രമാണ്. അന്ന് മുതലാണ് ഞാനൊരു മുസ്ലിമാണ് എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ തോന്നിയത്. അത് പഠിച്ചപ്പോഴാണ് ഇസ്ലാം എന്താണ്, സ്ത്രീക്ക് ഇസ്ലാം നൽകുന്ന പദവി എന്താണ് എന്നുള്ള വ്യക്തമായ അറിവ് ലഭിച്ചപ്പോ അതേ സ്കൂളിലേക്ക് പർദ്ദയും മഫ്തിയും ഇട്ട് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ കാണാൻ വേണ്ടി അഭിമാനത്തോടുകൂടി തന്നെ പോകാൻ പറ്റി. അവര് വല്ലാതെ അത്ഭുതപ്പെട്ടു. ഞാൻ പഴയ രൂപത്തിൽ നിന്ന് ഇത്രയധികം മാറിയതിനെ കുറിച്ച് അവർ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. അപ്പൊ അവര് പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, എന്താ കുട്ടി ഇങ്ങനെ മൂടിപ്പോസ് നടത്തുന്നേ, എന്താ നിനക്ക് പറ്റിയത് എന്നൊക്കെ പലരും ചോദിച്ചു. അപ്പൊ എന്റെ കൂടെ തന്നെ അവിടെ ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സിൽ തന്നെ കന്യാസ്ത്രീകളായിട്ടുള്ള 2-3 സിസ്റ്റേഴ്സ് അവിടെ ഉണ്ട്. അപ്പൊ ഇവർക്ക് മറുപടി കൊടുത്തത് ഞാനല്ല എന്നതാണ് അത്ഭുതകരമായിട്ടുള്ള ഒരു വസ്തുത. എന്നെ ബയോളജി പഠിപ്പിച്ച ആനി ടീച്ചറാണ് എന്നെ ചോദ്യം ചെയ്ത ഈ ടീച്ചേഴ്സിന് മൊത്തം മറുപടി കൊടുത്തത്. ആനി ടീച്ചർ അവരോട് പറയാ, എന്താ നിങ്ങൾ ഇത്ര അത്ഭുതപ്പെടാൻ, ഈ കുട്ടി ഇങ്ങനെ വന്നു എന്ന് വിചാരിച്ച് എന്താ നിങ്ങൾക്ക് അത്ഭുതപ്പെടാൻ, ജോസ്ലി സിസ്റ്ററും ജയ സിസ്റ്ററും ഒക്കെ കാണുന്നില്ലേ, അവരൊക്കെ ഈ വേഷം തന്നെയല്ലേ ധരിച്ചത്, ചെറിയൊരു വ്യത്യാസമല്ലേ ഉള്ളൂ എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുന്നത് എന്നെ ബയോളജി പഠിപ്പിച്ച ക്രിസ്ത്യാനിയായ ആനി ടീച്ചറായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല അഭിമാന ബോധം നമുക്ക് തോന്നും. എപ്പോഴും പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ സ്ത്രീക്ക് നൽകുന്ന പദവിയും അവൾക്ക് നൽകുന്ന ആദരവും നമ്മളൊക്കെ കണ്ടതും പഠിച്ചതും എന്താ, സ്ത്രീ എന്നും അടുക്കളയില് പാചകം ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി അത് ആണുങ്ങൾക്ക് കൊടുത്തതിന് ശേഷം അവര് ബാക്കി വെക്കുന്ന എല്ലും അതുപോലെയുള്ള അവശിഷ്ടങ്ങളൊക്കെ തിന്നാൻ വിധിക്കപ്പെട്ടവളാണ് സ്ത്രീ എന്ന് പലരും ധരിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആൻ സ്ത്രീകൾക്ക് വേണ്ടി ഒരു പ്രത്യേക അധ്യായം തന്നെ, സൂറത്തുൻ നിസാ എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ തുറന്നു വെച്ചു. എന്തൊരു അത്ഭുതമാണ്! അതില് ആ 7-ാം നൂറ്റാണ്ടില് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഒരു വേദഗ്രന്ഥം. വിശുദ്ധ ഖുർആനില്ലാതെ മറ്റേതാണ് അത്തരത്തിലുള്ള ഒരു ഗ്രന്ഥം തന്നെ മറ്റേതാണുള്ളത്? 7-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളോടാണ് ഇസ്ലാം, വിശുദ്ധ ഖുർആൻ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പറയുന്നത്. വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീക്ക് അവൾ അർഹിക്കുന്ന തരത്തിലുള്ള ഒരു ന്യായപ്രകാരമുള്ള മഹർ നൽകിക്കൊണ്ട് വിവാഹം കഴിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നത്. എന്തൊരു അത്ഭുതമാണ്! ഇത് നടക്കുന്നത് ഇന്നത്തെ നൂറ്റാണ്ടിലല്ല, 7-ാം നൂറ്റാണ്ടിലാണ്. കാട്ടറബികളായി പെണ്ണിനെ ജീവനോടെ കുഴിച്ചുമൂടുന്ന, പെൺകുട്ടി ജനിച്ചാൽ അപമാനമാണെന്ന് കരുതി പെൺകുഞ്ഞിനെ ജീവനോടെ കുഴിച്ചുമൂടുന്ന കാട്ടറബികളോടാണ് വിശുദ്ധ ഖുർആൻ സംസാരിച്ചത്. എന്താ പറഞ്ഞത്? ന്യായപ്രകാരം സ്ത്രീകൾക്ക് മഹർ കൊടുക്കണമെന്ന് പറഞ്ഞു. മാത്രമോ സ്ത്രീകൾക്ക് മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോയ സ്വത്തിൽ സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞത് ഏത് നൂറ്റാണ്ടില? ഒരു പെൺകുഞ്ഞ് ജനിച്ചു എന്നറിഞ്ഞാൽ അപമാന ഭാരമുണ്ട്. ആ കുഞ്ഞിനെ ജീവനോടെ കുഴിച്ചു മൂടുന്ന കാട്ടറബികളോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. നിങ്ങൾക്ക് സ്ത്രീകൾക്ക് എന്തൊക്കെ അവകാശങ്ങളാണ് ഇസ്ലാം വകവെച്ചു കൊടുക്കുന്നത്? അവർക്ക് മഹർ കൃത്യമായി നൽകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സിറ്റുവേഷനില് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തില് മഹറിന്റെ ആധിക്യം, ഇങ്ങനെ മഹർ ചോദിച്ച് മഹറിന്റെ ആധിക്യം കാരണം പല യുവാക്കൾക്കും വിവാഹം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് പള്ളിയിൽ വെച്ച് അദ്ദേഹം നടത്തുന്ന ഖുതുബയില് ഇങ്ങനെ ഇത്തരത്തിൽ സ്ത്രീകൾ ഇങ്ങനെ കൂടുതലായി മഹർ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. വിട്ടുകൊടുത്തോ? ഒരു പെണ്ണ്, ഒരു സഹാബ വനിത എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഉമർ, താങ്കൾക്ക് അത് പറയാൻ അവകാശമില്ല. കാരണം അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ എന്താ പറഞ്ഞത്? നിങ്ങൾ അവർക്ക് ഒരു കൂമ്പാരം തന്നെ ഉഹുദ് മലയോളം നിങ്ങൾ കൊടുത്താലും അതിൽ നിന്നൊന്നും തിരിച്ചു വാങ്ങാൻ പോലും പാടില്ല എന്നാണല്ലോ. അതൊന്നും കൂടുതലായി പോവില്ല എന്നല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്?
വിശുദ്ധ ഖുർആൻ കേട്ടാൽ അവിടെ നിൽക്കും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പെട്ടെന്ന് തന്നെ തിരുത്തി, ഞാൻ പറഞ്ഞത് തെറ്റാണ്, ഉമറിന് തെറ്റുപറ്റി, ആ സ്ത്രീ പറഞ്ഞതാണ് ശരി. സ്വന്തം പ്രജകളില്, അതും ഒരു സ്ത്രീക്ക് പോലും സ്വന്തം ഭരണാധികാരിയെ തിരുത്താനുള്ള അവകാശം നേടിക്കൊടുത്ത മറ്റേതൊരു പ്രത്യയ ശാസ്ത്രമാണ് ഈ ഭൂമി ലോകത്തുള്ളത്? അങ്ങനെ ഒരു സ്ത്രീ തിരുത്തിയാൽ അവളെ അംഗീകരിക്കാനും ആ തെറ്റ് തിരുത്താനും സന്നദ്ധരാവുന്ന എത്രയെത്ര ഭരണാധികാരികളാണ് ഈ നാട്ടിലുള്ളത്, ഈ ആധുനിക കാലഘട്ടത്തിലുള്ളത്? ചിന്തിക്കണം ഇസ്ലാം സ്ത്രീക്ക് നൽകിയ മഹത്തായ സ്ഥാനങ്ങളെ കുറിച്ച്. അവൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള അവകാശമുണ്ട്, അവൾക്ക് സമ്പാദിക്കാനുള്ള അവകാശമുണ്ട് ഇസ്ലാമില്. സ്ത്രീക്ക് ജോലിക്ക് പോകാം, സ്ത്രീക്ക് സമ്പാദിക്കാം. എന്തിന്? കുടുംബം പോറ്റാനല്ല. അവളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ബാധ്യത അവളുടെ ആങ്ങളേക്കാണ്, സഹോദരനാണ്. ഭർത്തൃ വീട്ടിലെ എല്ലാ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുവാനുള്ള ബാധ്യത ഭർത്താവിനാണ്. അവൾ വാർദ്ധക്യത്തിൽ എത്തിയാൽ അവളെ സംരക്ഷിക്കേണ്ട ബാധ്യത മക്കൾക്കാണ്, ആൺമക്കൾക്കാണ്. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീക്ക് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാ. പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, ഈ നാട്ടിലെ സ്ത്രീധന മരണങ്ങളും ഗാർഹിക പീഡനങ്ങളും ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? പലപ്പോഴും നമ്മൾ വിചാരിക്കും സ്ത്രീകൾ ദുർബലരായതുകൊണ്ടാണെന്ന്. അല്ല, സ്ത്രീകൾ കരുത്തരായതുകൊണ്ടാ, ക്ഷമിക്കുന്നവളായതുകൊണ്ടാ. ഭൂമിയോളം സഹിക്കാനും ക്ഷമിക്കാനും ഈ ലോകത്ത് സാധിക്കുക ഒരു പെണ്ണിനാണ്. തന്റെ മക്കൾക്ക് വേണ്ടി, തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പലപ്പോഴും തങ്ങളെ ഏൽക്കുന്ന പീഡനങ്ങളെയും തങ്ങളെ ഏൽക്കുന്ന പ്രയാസങ്ങളെയും തുറന്നു പറയാതെ അവൾ ക്ഷമിക്കുന്നു. വിശ്വാസിനിയാണെങ്കിൽ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിൽക്കുന്നു. മറ്റുള്ളവർ ചിലപ്പോൾ ആത്മഹത്യയിൽ അഭയം തേടുന്നു. ഒരു പെണ്ണിന് പ്രയാസങ്ങൾ നേരിടുമ്പോൾ, അവളെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും പീഡിപ്പിക്കുമ്പോൾ അവൾക്ക് ആ ഭർത്താവിനെതിരെ കേസ് കൊടുക്കാൻ ഇന്ത്യൻ നിയമത്തിൽ സാധിക്കും. 1961 തന്നെ സ്ത്രീധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ രാജ്യം. കേസ് കൊടുക്കാൻ സാധിക്കും. ഞാൻ വിചാരിക്കാറുണ്ട്, ഇത്രയധികം സ്ത്രീകൾ എങ്ങാനും കേസ് കൊടുക്കാൻ സന്നദ്ധരായിട്ടുണ്ടെങ്കിൽ കൂടി വന്നാൽ അറ്റ്ലീസ്റ്റ് 80% പുരുഷന്മാരെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും, അല്ലേ? പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നില്ല? ആ സ്ത്രീ ചിന്തിക്കുകയാണ്, എന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾ പ്രായാധിക്യത്താൽ ബുദ്ധിമുട്ടുന്നവരാണ്. ഞാൻ എന്റെ ജീവിതം തകർത്തു കഴിഞ്ഞാൽ, എന്റെ കുടുംബജീവിതം ഞാൻ കാരണം തകർന്നു പോയാൽ അവർക്കത് താങ്ങാൻ കഴിയില്ല. ക്ഷമിക്കന്നെ. വളർന്നു വരുന്ന മക്കളുണ്ട്, അവർക്ക് മാനക്കേടാണ് നമ്മൾ തമ്മിൽ പ്രയാസങ്ങൾ ഉണ്ടായാൽ. ഇങ്ങനെ ഓരോ സ്ത്രീയും ചിന്തിക്കുന്നത് കൊണ്ടല്ലേ ഇവിടെ മാന്യന്മാരായിട്ട് മിക്ക ആണുങ്ങളും നടക്കുന്നത്. പലപ്പോഴും സ്ത്രീകൾ ഒരു കണ്ടം കയറിലും വിശുദ്ധിയിലുമൊക്കെ അഭയം പ്രാപിക്കേണ്ടി വരുന്നത്. മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രതീക്ഷയുണ്ട്. ഈ ലോകത്തോടു കൂടി അവസാനിക്കുന്നതല്ല ജീവിതം. നാളെ ഒരു പരലോകമുണ്ട്. കണക്ക് ചോദിക്കും ഞാൻ അവിടെ നിന്ന്, ഇല്ലേ? ഈ ഒരു വിശ്വാസമല്ലേ മിക്ക സ്ത്രീകളെയും പിടിച്ചു നിർത്തുന്നത്, മുസ്ലിം സ്ത്രീകളെ പിടിച്ചു നിർത്തുന്നത്. എനിക്കറിയാം, ഒരുപാട് സ്ത്രീകൾ കണ്ണീരോടെ കഴിയുന്നവരുണ്ട്. ഇസ്ലാമിലെ ബഹുഭാര്യത്വത്തെ ദുരുപയോഗം ചെയ്യുന്ന, ആൺകോയ്മയുടെ പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്ക് നീതി ലഭിക്കാറില്ല. പലപ്പോഴും ബഹുഭാര്യത്വത്തിന് മാതൃക പറയുക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ക്ഷമയും അദ്ദേഹം കാണിച്ച നീതിബോധവും ഇവരിൽ ആർക്കാണുള്ളത്? ഈ പറയുന്ന ആളുകളില് ആരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച നീതിബോധവും അതുപോലെയുള്ള
ക്ഷമയും ഒക്കെ കൊണ്ടു കിടക്കുന്നത് ഐഷ ബീവി തട്ടിത്തെറിപ്പിച്ച പാത്രത്തിന്റെ കഥ നമുക്കറിയാം. അതിൽ നിന്ന് ഈത്തപ്പഴം പെറുക്കിയെടുക്കുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്കറിയാം. അദ്ദേഹം ഒരു പെൺകോന്തനായതുകൊണ്ടല്ല ധാരാളം വിവാഹങ്ങൾ കഴിച്ചത്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമായിരുന്നു ഓരോ വിവാഹവും. ഓരോ വിവാഹത്തിലൂടെയും ഓരോ പാഠങ്ങൾ ജനതയെ പഠിപ്പിക്കാനുണ്ടായിരുന്നു. നിങ്ങളൊക്കെ എന്തു പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബഹുഭാര്യത്വത്തിൽ ഏർപ്പെടുന്നത്? ഈ സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുവാനും മുസ്ലിം സമൂഹത്തിന്റെ ഇസ്ലാമിനെ തന്നെ കരിവാരി തേച്ച് കാണിക്കുവാനും വേണ്ടിയിട്ടാണ് മിക്ക ആളുകളും ബഹുഭാര്യത്വത്തിൽ ഏർപ്പെടുന്നത് എന്ന് സംശയലേശമന്യേ മുഖത്ത് നോക്കി പറയാൻ പറ്റും, ഇല്ലേ? സത്യമാണ്. അപ്പോ നമ്മളുടെ ഇടയിൽ നിന്ന് വേണം സംസ്കരണം ഉണ്ടാവാൻ, അല്ലേ? ഒരാൺകുട്ടി വിവാഹം കഴിക്കുമ്പോ അവരെ പറഞ്ഞു മനസ്സിലാക്കണം, ലാ യഹില്ലു മാലു മ്രിഇൻ, ഒരു മനുഷ്യന്റെ സ്വത്ത് അനുവദനീയമല്ല മുസ്ലിമിൻ, മുസ്ലിമായ ഒരു മനുഷ്യന്റെ സ്വത്തും നിനക്ക് അനുവദനീയമല്ല മോനെ, ഇല്ലാ അൻ റിളാ നഫ്സിഹി, അവന്റെ തൃപ്തി, മനസ്സിന്റെ തൃപ്തിയോടുകൂടി അല്ലാതെ നിനക്ക് അനുവദനീയമല്ല എന്ന് സ്വന്തം ആൺകുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം മാതാക്കൾ, അല്ലേ? പുരോഗമന പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണെന്ന് അവകാശപ്പെടുകയും വിവാഹത്തിന്റെ സന്ദർഭം വരുമ്പോ കാലുമാറി അവരെ കൊണ്ട് സ്ത്രീധനം വാങ്ങിപ്പിക്കുകയും ഇനി നേരിട്ട് വാങ്ങിയില്ലെങ്കിൽ മറ്റുള്ള ചുളുവ് വിദ്യകൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്ന മനുഷ്യര് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല നമ്മുടെ സൽക്കർമ്മങ്ങളെ. കാരണം നമ്മൾ തിന്നുന്നത് ഹറാമാണ്, നമ്മൾ ധരിക്കുന്നത് ഹറാമാണ്, അല്ലേ? അങ്ങനെ ഹറാമിൽ മുങ്ങിക്കുളിച്ച് കഴിയുന്ന ഒരു മനുഷ്യന്റെ പ്രാർത്ഥന ഏഴാനാകാശത്തേക്ക് ഉയരുകയില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല, സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടില്ല. പശ്ചാത്തപിക്കട്ടെ നമുക്ക്. നമ്മുടെ ആൺകുട്ടികളെ വിവാഹം കഴിക്കുമ്പോൾ മഹർ കൊടുത്തുകൊണ്ട് ഇസ്ലാമിക മാതൃകയിൽ വിവാഹം കഴിപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. അതിനാവട്ടെ നമ്മളുടെ പ്രവർത്തനങ്ങൾ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുകയാണ്, അയ്യുക്കും മാലിൻ മൂരിസുഹു അഹബ്ബു ഇലൈഹി മിൻ മാലിഹി, നിങ്ങളിൽ ആർക്കാണ് അനന്തരാവകാശ സ്വത്തിനോട് താൻ അധ്വാനിച്ചുണ്ടാക്കുന്ന സ്വത്തിനേക്കാൾ ആഗ്രഹമുള്ളത്? നിങ്ങളിൽ ആർക്കാണ് സ്വയം അധ്വാനിച്ചുണ്ടാക്കുന്ന സ്വത്തിനേക്കാൾ അനന്തരാവകാശ സ്വത്തിനോട് ഇഷ്ടമുള്ളത് എന്ന് പ്രവാചകൻ ചോദിച്ചപ്പോ സ്വഹാബത്തിലാ പറഞ്ഞു, ഞങ്ങൾക്ക് ആർക്കും അത് ഇഷ്ടമില്ല റസൂലേ, കാരണം ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്നതാണ് ഇഷ്ടം. ഇന്നത്തെ സമൂഹത്തോട് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? കിട്ടുന്നതൊക്കെ പോരട്ടെ. അനന്തരാവകാശ സ്വത്ത് ഹറാമാണെന്നല്ല ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ പോലും വെറുതെ കിട്ടുന്ന സമ്പാദ്യത്തെക്കാൾ അവനവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്തിനാണ് പ്രാധാന്യമെന്ന് മക്കളെ പറഞ്ഞു പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അന്യന്റെ മുതലിനെ കൊതിക്കുന്നവരാകരുത് നമ്മുടെ ആൺമക്കൾ. പെണ്ണിന്റെ മുതലിനെ കൊതിക്കുന്നവരാകരുത് നമ്മുടെ ആൺമക്കൾ. സ്ത്രീയെ ആദരിക്കുക എന്ന് പറയേണ്ടിടത്ത് പുരുഷനെ ആദരിക്കുക എന്നതായിരുന്നു കൂടുതൽ നന്നായി ഇരിക്കുന്നത് എന്ന് എനിക്ക് തോന്നി. സ്ത്രീധനം തടയുക, പുരുഷനെ ആദരിക്കുക എന്നായിരുന്നു നല്ലത്. കാരണം എന്താ അറിയോ? സ്ത്രീധനം തടയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ പുരുഷനെ നമ്മൾ ഇതുവരെ പറഞ്ഞ സ്ത്രീയെ വിൽപ്പന ചരക്കാക്കുന്നു ഈ സ്ത്രീധനത്തിലൂടെ. സത്യമല്ല. വിൽപ്പന ചരക്കാകുന്നത് ആരാണ് ഇവിടെ? പുരുഷനാണ്, അല്ലെ? പണം കൊടുത്ത് വാങ്ങാണ്. സ്ത്രീയെ വിവാഹം കഴിച്ച് അയപ്പിക്കുമ്പോ പുരുഷനെ പണം കൊടുത്ത് വാങ്ങാണ്. അപ്പൊ ഇവിടെ ശരിക്കും ആദരിക്കപ്പെടുന്നത് ആരാ? സ്ത്രീധനം തടയുന്നതിലൂടെ പുരുഷന്മാരാണ് ആദരിക്കപ്പെടുന്നത്. അപ്പോ പരിശുദ്ധ ഇസ്ലാമില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീയെ ആദരിച്ചത്ര, മഹത്വപ്പെടുത്തിയ അത്ര അല്ലാഹു സുബ്ഹാനഹു വ തആലയും അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്ത്രീയെ ആദരിച്ചതിന്റെ 1/4 പോലും ഇന്നത്തെ ആധുനികരെന്ന് അവകാശപ്പെടുന്ന ആളുകള് അംഗീകരിക്കുന്നില്ല എന്നതാണ് സത്യം. ഇനി എന്തായി സ്ത്രീധനത്തിലേക്കൊക്കെ വന്നത്? നമ്മൾ എങ്ങനെയായി സ്ത്രീധനം എന്ന ദുരാചാരത്തിലേക്ക് എത്തിപ്പെട്ടത്? അത് ഏതോ ഒരു പിതാവിന് തോന്നിയ പുത്രി വാത്സല്യമാണ്, അല്ലെ? തന്റെ മോളെ കെട്ടിച്ചയക്കുമ്പോ അയാൾക്ക് കുറെ സ്വത്തുണ്ടായിരുന്നു, അയാൾക്ക് കുറച്ച് സ്വത്ത് കൊടുത്തു മകളെ കെട്ടിച്ചയക്കുമ്പോ അവള് നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് കരുതി.
പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചത്? കാലക്രമേണ അങ്ങനെ ഓരോരുത്തരായിട്ട് അങ്ങനെ കൊടുക്കാൻ തുടങ്ങി. പിന്നെ കാലക്രമേണ അത് ചോദിച്ചു വാങ്ങുന്ന അവസ്ഥയിലേക്കായി. സ്ത്രീ പൊന്നും പണവും കൊണ്ടുവന്നില്ലെങ്കിൽ അവൾ ഒന്നിനും പറ്റാത്തവളായി മാറി. സ്ത്രീധനം മേടിച്ച് കല്യാണം കഴിച്ച സ്ത്രീകൾക്കും സ്ത്രീധന പീഡനങ്ങൾ ഏൽക്കുന്നുണ്ട്. അവരുടെ എങ്ങനെയാ? അവരുടെ അമ്മായിമ്മമാര് നാത്തുമാരൊക്കെ കൂടി പിറ്റേ ദിവസം തുടങ്ങും, ഇതൊക്കെ സ്വർണം തന്നെയാണോ, നമുക്കൊന്ന് തൂക്കി നോക്കാം അല്ലെ, എന്നിട്ട് അത് മുക്കുകൊണ്ടാണോ മറ്റേതാണ്, എന്തൊക്കെ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ സ്ത്രീധനം വാങ്ങിച്ച് കല്യാണം കഴിച്ചാലും പ്രശ്നമാണ്. സ്ത്രീധനം വാങ്ങിക്കാതെ കല്യാണം കഴിച്ചാലോ പിന്നെ അത് അവരുടെ ഔദാര്യല്ലേ. പിന്നെ ആ പെണ്ണ് അനുഭവിക്കാൻ പോകുന്നത് എന്താണ്? എന്റെ ഏട്ടത്തിക്ക് ഇത്രേ കൊടുത്തിട്ടുള്ളൂ, എന്റെ ഏട്ടത്തിക്ക് ഒന്നും കൊടുത്തിട്ടില്ല ഇനി അല്ലെ. അങ്ങനെയുള്ള പലതരത്തിലുള്ള കുത്തുവാക്കുകളും പ്രയാസങ്ങളും ഒരു സ്ത്രീ വീട്ടിനുള്ളിൽ അനുഭവിക്കേണ്ടി വരുന്നു അല്ലെ. ഇതൊക്കെ ഉണ്ടായത് ഒരാളുടെ പുത്രിവാത്സല്യമാണ്. പിന്നെ അത് ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ തുടർന്നു. പിന്നീട് അത് അങ്ങനെ കൊടുത്തയച്ചില്ലെങ്കിൽ ഇതിനൊക്കെ ഓശാന പാടുന്ന പുരോഹിതന്മാരാണ് നമുക്ക് ഏറെ അത്ഭുതകരമായിട്ടും അതിശയകരമായിട്ടും ആശ്ചര്യകരമായിട്ടും തോന്നുന്നത്. കാരണം അവര് ഏത് ആയത്തിനെയാണെന്ന് അറിയോ? അതിന്റെ ബാക്കി ഭാഗത്തെയാണ് അവർ വക്രീകരിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ അവരെന്തെങ്കിലും തൃപ്തിപ്പെട്ട് നിങ്ങൾക്ക് തന്നാലേ, അപ്പോ സ്ത്രീധനം കൊടുക്കുന്നത് ആർക്കാണ്? മകൾക്ക് വേണ്ടിയിട്ടാണ്. മാതാവും പിതാവും ഈ മകൾക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അതൊരിക്കലും ഇയാളുടെ അക്കൗണ്ടിലേക്ക്, ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് വരില്ല. ഇനി ഈ ഭാര്യ തൃപ്തിപ്പെട്ടുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും കൊടുത്താൽ അതിൽ നിന്ന് ഭക്ഷിക്കാം എന്ന് പറഞ്ഞതിനെ. അതുപോലെ ഖദീജ ബീവി ഒരു പണക്കാരിയായിരുന്നു, അവരൊരു കച്ചവട പ്രമുഖയായിരുന്നു. അപ്പോ സാധുവായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അല്ലെ. ഇതൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇന്ന് നിലനിൽക്കുന്ന സ്ത്രീധനത്തിന് പലരും ന്യായീകരണം കാണുന്നത് എന്നത് അത്ഭുതകരമായിട്ടുള്ള രസം. വിശുദ്ധ ഖുർആൻ ഏതൊരു ആയത്തിലൂടെയാണോ മഹർ കൊടുക്കണമെന്ന് പറഞ്ഞത്, അതേ ആയത്തിനെ വ്യാഖ്യാനിച്ച് പുരോഹിതന്മാർ അത് സ്ത്രീധനം കൊടുക്കാനുള്ള ആയത്താക്കി മാറ്റുന്ന അത്ഭുതകരമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. എന്താ ഇതിനൊക്കെ കാരണം? ഒരു പാവപ്പെട്ട ആളുകൾക്ക് അങ്ങനെ കൊടുക്കാനല്ല. ഇനി ഒരു പണക്കാരിയായ ഒരു പെണ്ണിന്റെ വീട്ടുകാര് അങ്ങനെ വിവാഹം കഴിക്കുമ്പോ ആ പെണ്ണിനെ ചൂടും സ്വർണത്തിൽ മൂടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? അവൻ സ്വയം തന്നെ ധന്യനായി കാണുകയാണ്. എനിക്ക് ഇഷ്ടം പോലെ പണമുണ്ട്, എനിക്ക് എന്തുമാകാം എന്നാണ് ആളുകൾ കരുതുന്നത്. പക്ഷെ അല്ലാഹു അവർക്ക് താക്കീത് കൊടുക്കുക, ഒരു കാര്യം നിങ്ങൾ ഓർത്തേക്കണേ, തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവിലേക്ക് നിങ്ങൾ മടക്കപ്പെടും അല്ലെ. അല്ലാഹു നിങ്ങളൊരു ദൂർത്തടിച്ച് കളയരുത്. ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി ഉപയോഗിക്കുന്ന വസ്ത്രം പിന്നീട് അവൾ ഉപയോഗിക്കുന്നില്ല, അതിനു വേണ്ടി മാത്രമായിട്ടൊരു വസ്ത്രം വാങ്ങുന്നു, എന്നിട്ട് പിന്നെ ആ വസ്ത്രം ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മളാരെ ഡയാന രാജകുമാരികളോ? ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അല്ലെ. ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ പോലും നമ്മൾ കേട്ടത് എന്താ? സ്വർണത്തിന്റെ മാസ്ക് ഉണ്ടാക്കി ധരിച്ചു അല്ലെ. പാഠം പഠിക്കുന്നില്ല മനുഷ്യര്, പാഠം പഠിക്കുന്നില്ല. ഇതൊക്കെ എന്തുകൊണ്ടാണ്? അഹന്ത കൊണ്ട്. എനിക്ക് മതിയായവനാണ്, എനിക്ക് സമ്പത്തുണ്ട്, അതെങ്ങനെയെങ്കിലും മറ്റുള്ളവരെ കാണിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പലരും അങ്ങനെ ചെയ്യുന്നത്. അല്ലാഹു അവർക്ക് താക്കീത് നൽകിയാണ്, സ്വയം ധന്യനായവൻ കണ്ടതിനാൽ നിങ്ങളുടെ രക്ഷിതാവിലേക്കാണ് മടക്കം നോർത്തോളൂ അല്ലെ. അള്ളാന്റെ അടുത്ത് പോയിട്ട് എങ്ങനെ സമ്പാദിച്ചു, ഏത് മാർഗത്തിൽ നീ ചെലവഴിച്ചു എന്ന് ചോദിക്കാതെ ഒരു പാദവും അങ്ങോട്ട് അനങ്ങില്ല അല്ലെ. മർഷറിൽ നിന്ന് ചലിക്കാൻ പറ്റില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ദുരാചാരങ്ങളും ധൂർത്തുകളും ഒക്കെ നടത്തുന്ന ആളുകൾ ചിന്തിക്കണം, അള്ളാഹുവിലേക്ക് തങ്ങൾ മടങ്ങി പോകേണ്ടതാണ് എന്നുള്ളത് അല്ലെ. അനന്തര സ്വത്തിന് സ്ത്രീകൾക്ക് അവകാശം ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ നിർത്തിയോ? ആ സ്വത്ത് എങ്ങനെ അവൾ ഉപയോഗിക്കുക? അവൾക്ക് മാതാപിതാക്കൾക്ക് ചെലവ് കൊടുക്കണോ? വേണ്ട. ഇസ്ലാമികമായിട്ട് നോക്കണേ വേണ്ട. ഇന്നത്തെ സമൂഹത്തിന്റെ അടിസ്ഥാനം നോക്കണമെങ്കിൽ വേണം അല്ലെ. അങ്ങനെ ഒരു പെണ്ണ് പറഞ്ഞ അവിടെ നാക്കിന്റെ നീളം എന്നാ പറയാ. പെണ്ണിനെ ചെലവഴിക്കേണ്ടതില്ല, അതിന്റെ ബാധ്യത അവൾക്കില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിച്ച ഒരു പെണ്ണ് സമൂഹത്തോട് പറഞ്ഞാൽ അവൾക്ക് നാവിന് നീളം കൂടുതലാണെന്നാണ് പറയാ. ആണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി
ആളുകൾ സമ്മതിക്കില്ല. അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വത്തവകാശം തന്നു, പകുതിയെ കൊടുത്തുള്ളല്ലോ എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്നു ആളുകൾ. ഏത് കാലഘട്ടത്തിലാണ് ആ സ്വത്തവകാശം കൊടുത്തത് എന്ന് അവർ ചിന്തിക്കുന്നില്ല. സ്ത്രീക്ക് ഇസ്ലാമില് അവളുടെ സ്വത്ത് ചെലവഴിക്കേണ്ടതുണ്ടോ? കുടുംബത്തിന് ചെലവഴിക്കേണ്ടതുണ്ടോ? അവൾക്ക് സാമ്പത്തിക ബാധ്യതയുണ്ടോ? ഇല്ല എന്നറിയുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിന്റെ മികവ് നമുക്ക് മനസ്സിലാവുക, പരിഗണനയുടെ മികവ് നമുക്ക് മനസ്സിലാവുക. നമുക്ക് പകുതി തരുന്നു, നമുക്ക് ആർക്കും കൊടുക്കേണ്ടതില്ല. എന്നാൽ നമ്മുടെ സഹോദരന് നമ്മളെക്കാൾ ഇരട്ടി കൊടുക്കുന്നു. പക്ഷേ അവന് സംരക്ഷിക്കേണ്ടത് ഭർത്താക്കന്മാര് മരിച്ച വിധവകളായിട്ടുള്ള പെങ്ങന്മാരുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കണം. വിവാഹമോചിതകളായിട്ടുള്ള സ്ത്രീകളുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കണം. പെങ്ങന്മാരുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കണം. മാതാപിതാക്കൾ വയസ്സായാൽ അവരെ സംരക്ഷിക്കണം. പോരാഞ്ഞിട്ട് അയാളുടെ കുടുംബം, ഭാര്യയെയും കുട്ടികളെയും അയാൾ സംരക്ഷിക്കണം. ഈ ചുമതലകളെല്ലാം ആണിന്റെ മേൽ ഏൽപ്പിച്ചതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വത്തിന്റെ പകുതി നൽകുന്നത്. ഇത് ചിന്തിക്കാൻ വിമർശകർക്ക് കഴിയില്ല. പക്ഷെ നമുക്ക് കഴിയണ്ടേ? നമുക്കെങ്കിലും കഴിയണ്ടേ? ഈ സമൂഹത്തിനെങ്കിലും കഴിയണ്ടേ? സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു നിർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയ മഹത്തായ ഒരു കരാറാണ് വിവാഹം. ആ വിവാഹത്തിലാണ് കുട്ടികൾ ഉണ്ടാവുന്നത്. പിന്നീട് അവർ വളർന്നു വലുതായി നാളെയുടെ പൗരന്മാരായി വളർന്നു വരേണ്ടത്. അതിന്റെ തുടക്കം തന്നെ ചീത്തയായാൽ പിന്നെ ആ തലമുറയുടെ അവസ്ഥ എന്തായിരിക്കും? ആ തുടക്കം തന്നെ ഹറാമിലാണെങ്കിൽ പെണ്ണിന്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് വല്ലതും കിട്ടിക്കൊണ്ട് ഹറാമായ രൂപത്തിലാണ് അവരുടെ തുടക്കമെങ്കിൽ, ആ വലീമത്ത് പോലും ഹറാമിലാണ് തുടങ്ങുന്നത് എങ്കിൽ അവരുടെ ഒടുക്കം എന്തായിരിക്കും? അപ്പൊ ആ ഹറാമിൽ നിന്ന് ഞാനും എൻ്റെ കുടുംബവും സുരക്ഷിതരായിരിക്കണം. എൻ്റെ ബന്ധുക്കളും എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ സന്നദ്ധരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ കുടുംബാംഗങ്ങളും അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നൊരു പെണ്ണ് തീരുമാനിച്ചാൽ, എൻ്റെ മക്കൾ, എനിക്ക് 3 ആൺകുട്ടികളാണ്, ആ 3 ആൺകുട്ടികളെ കൊണ്ടും ഞാൻ സ്ത്രീധനം വാങ്ങിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചാൽ, ആ 3 ആൺകുട്ടികളിലൂടെ ഉണ്ടാകുന്ന തലമുറകൾ അവര് അങ്ങനെ തുടരും. അല്ലേ? നമ്മൾ ഈ കൂടിയിരിക്കുന്ന സ്ത്രീകളില് എത്ര സ്ത്രീകളുണ്ട്? ആൺകുട്ടികളുള്ള ഒരാളെങ്കിലും, ഒരു ആൺകുട്ടിയെങ്കിലും ഉള്ള സ്ത്രീകളായിരിക്കും മിക്കവാറും ഈ കൂട്ടത്തിലുള്ളത്. ആ ഒരു ആൺകുട്ടിയെ മഹർ കൊടുത്തുകൊണ്ട് ഇസ്ലാമിക രീതിയിൽ വിവാഹം കഴിപ്പിക്കണം എന്ന് തീരുമാനിച്ചാൽ അതിനെ തടയാൻ ആരുള്ളത്? നമ്മൾ തന്നെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് അങ്ങനെ വാങ്ങിക്കാനും. അല്ലെങ്കിൽ അത്തരത്തിൽ കിട്ടുമെന്ന് തോന്നുന്ന കുടുംബത്തിൽ നിന്ന് കുട്ടികളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്കൊരു ജോലി വേണം. അപ്പൊ ആ ജോലിയുടെ വരുമാനം നിങ്ങൾക്കെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ആ ജോലിയുടെ വരുമാനം അവൾക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാനുള്ളതാണ്. എന്ന് വിചാരിച്ച് അവൾക്ക് ദൂർത്തടിക്കാനുള്ളതാണ് എന്നല്ല പറയുന്നത്. അവൾക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ചെലവഴിക്കാനുള്ളതാണ്. അതിൽ ഹക്കും അതിലും അവള് നോക്കിക്കോട്ടെ. അതിന്റെ ഉത്തരവാദിത്തം അവൾക്കാണ്. അതിൽ നിന്ന് സക്കാത്ത് കൊടുക്കേണ്ടത് അവളാണ്. അതിൽ നിന്ന് സ്വതക്ക നൽകേണ്ടത് അവളാണ്. ഇനി കുടുംബത്തിന് പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ അവളുടെ ഇഷ്ടപ്രകാരം ചെലവഴിക്കാം എന്നല്ലാതെ അവളെ നിർബന്ധിച്ചുകൊണ്ട് ജോലിക്ക് വിടുകയോ അവളുടെ സമ്പാദ്യം അവളുടെ ഇഷ്ടപ്രകാരമല്ലാതെ ഭർത്താവിനെ ഉപയോഗിക്കാനോ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന മഹത്തായ ഒരു സന്ദേശമാണ് എനിക്ക് പകർന്നു തരാനുള്ളത്. അലി റളിയല്ലാഹു അൻഹു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ പുന്നാരമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു. അല്ലേ? അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹുവും ജീവിതം തുടങ്ങി. കുറച്ചു കാലം കഴിഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു പറയും, എത്ര സുന്ദരമായിട്ടാണ് അദ്ദേഹം പറയണ, സ്വന്തം മാതാവിനെ വിളിച്ചിട്ട്, ഫാത്തിമ ബിൻ സഅദ് റളിയല്ലാഹു അൻഹ അവരെ വിളിച്ചിട്ട് പറയണ, നിങ്ങൾ വെള്ളം കൊണ്ടുവരണം. ഫാത്തിമയെ വിളിച്ചിട്ട് പറയണ, മാവ് കുഴക്ക, ആട്ട, പരത്ത, ഭക്ഷണം ഉണ്ടാക്ക, ആ പണികൾ നീ ചെയ്യണം. ഞാൻ എന്ത് ചെയ്യും? പുറത്തു പണിക്ക് പോകും. അല്ലെ? സമ്പാദിക്കണ്ടേ? ഞാൻ പുറത്തു പണിക്ക് പോകും. ആളുകളുടെ, ഒരു പ്രവാചകന്റെ മകളുടെ, പുന്നാരമോളുടെ കുടുംബത്തിന്റെ ദയനീയമായ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അലി റളിയല്ലാഹു അൻഹു പറയണ, ഞാൻ കൃഷിക്കാർക്ക് വെള്ളം കോരിയിട്ട് തേവി നനച്ചുകൊണ്ട് ഞാൻ പണം ഉണ്ടാക്കണം. അങ്ങനെ ഈ 3 കൂട്ടരും ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതിന് പിന്നെ ആ വീട്ടിലത്തെ എല്ലാ പണിയും എടുക്കേണ്ടത് അവളുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്.
എങ്ങാനും ഭർത്താവ് വന്നിട്ട് ഒന്ന് സഹായിക്കുന്ന കണ്ട കുറുകുറുക്കും അപ്പുറത്തിരുന്നിട്ട് അമ്മായിമ്മയും നാത്തൂമാരും പോരാനായിട്ട് അയൽവാസികളും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അവസ്ഥ. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുടെ ഭർത്താവ് ഒരു കൃഷിത്തോട്ടത്തിൽ പോയിട്ട് വെള്ളം തേവി നനച്ചുകൊണ്ടാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. വീട്ടിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊടി ആട്ടുകയും കുഴക്കുകയും പരത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി ജീവിക്കുന്നു. അവരുടെ മാതാവ് വെള്ളം കൊണ്ടുവന്നുകൊണ്ട് അവരെ സഹായിക്കുന്നു. ഇങ്ങനെ എത്ര സുന്ദരമായിട്ടാണ് ആ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നത്. കാലം കുറച്ച് കഴിയുമ്പോൾ കുറേ ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ക്ഷീണം വരും. അലി റളിയല്ലാഹു അൻഹുവിന് ഊരവേദന തുടങ്ങി. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് ആട്ടുകല്ല് തിരിച്ച് ഇന്നത്തെ പോലെയുള്ള മെഷീനും കാര്യങ്ങളൊന്നും അല്ലല്ലോ. ആട്ടുകല്ല് തിരിച്ച് അവരുടെ കൈകളിൽ വ്രണങ്ങളായി. അങ്ങനെ അവർ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഹുനൈൻ യുദ്ധം കഴിഞ്ഞിട്ട് ഗനീമത്ത് സ്വത്ത് ധാരാളമായി പ്രവാചകന് ലഭിച്ച സന്ദർഭമാണ്. അലി റളിയല്ലാഹു അൻഹു അത് കണ്ടുകൊണ്ട് ഭാര്യ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, നീ ഒന്ന് ചെന്നിട്ട് പ്രവാചകനോട് നമ്മുടെ അവസ്ഥയൊക്കെ പറഞ്ഞിട്ട് ഒരു ഖാദിമെ നമുക്ക് തരാൻ വേണ്ടിയിട്ട് പറ. അടിമകളുണ്ടാവും, പിന്നെ ഒരുപാട് ഗനീമത്ത് സ്വത്തുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്, ഒന്ന് പ്രവാചകനോട് ചെന്ന് പറ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയണം, എനിക്ക് മടിയാ. അല്ലെ, സ്വന്തം വാപ്പനോട് ചോദിക്കാൻ മടി, അഭിമാന ബോധമാണത്. മറ്റുള്ളവരുടെ ധനത്തിലേക്കുള്ള ആർത്തിയില്ലാത്ത അഭിമാന ബോധം. അങ്ങനെയാണ് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തേണ്ടത്. അപ്പോ അവർക്ക് സ്വന്തം വാപ്പനോട് ചോദിക്കാൻ മടി, എനിക്ക് മടിയാണെന്ന് പറഞ്ഞു. അപ്പൊ അവസാനം അലി റളിയല്ലാഹു അൻഹു നിങ്ങൾ പോയി ചോദിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു മടിയാണ്. അവസാനം രണ്ടുപേരും കൂടെ തീരുമാനിച്ച് രണ്ടുപേരും കൂടെ പോയി പ്രവാചകനോട് പ്രയാസം ബോധിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? എത്ര കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന് നമുക്കറിയാം. പ്രവാചകന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. എന്നിട്ട് അവർക്ക് പ്രവാചകൻ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? നഹ്നു ലാ നഅകുലു സ്വദഖത സ്ബിഖാനി ഇലാ ബൈതിക് അലാ അദുലുകും അലാ ഖൈരി മിൻ ഖാദിമിൻ തുസബ്ബിഹൂന അല്ലാഹ 33 എന്ന് പറഞ്ഞുള്ള ഒരു ഹദീസ്. നഹ്നു ലാ നഅകുലു സ്വദഖ, നമ്മള് സ്വദഖ തിന്നുകയില്ല മോളെ. നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകും. ഈ ഗനീമത്ത് സ്വത്ത് പ്രവാചകന്റെ കുടുംബത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല മക്കളെ, തിരിച്ചു പോയിക്കോ. നിങ്ങൾക്ക് അങ്ങനെ ലഭിക്കുന്ന ഒരു ഖാദിമയേക്കാൾ നല്ലത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞേട്ടെ. 33 വട്ടം നിങ്ങൾ സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കോ, 33 വട്ടം അല്ലാഹു അക്ബർ ചൊല്ലിക്കോ, 33 വട്ടം അൽഹംദുലില്ലാഹ് ചൊല്ലിക്കോ എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞുവിടും. ഇതാണ് ഇസ്ലാം. എത്ര സുന്ദരമാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ. അത് പ്രാവർത്തികമായി കാണിച്ചു തന്ന ഒരു പ്രവാചകനും അദ്ദേഹത്തിന്റെ അനുയായികളും നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഒരു ദീനിന്റെ മാർഗത്തിൽ നിന്ന് തെന്നിത്തെറിച്ചുകൊണ്ട് മറ്റ് ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും പോകാൻ കഴിയുന്നത്? ഇസ്സത്തുള്ള ഒരു മതം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നു. ആ ഇസ്സത്തുള്ള മതത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. ومن آياته أن خلق لكم من أنفسكم أزواجا, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് സൂര്യനും ചന്ദ്രനും ഭൂമിയും നക്ഷത്രങ്ങളും എന്നൊക്കെ അല്ലാഹു പറഞ്ഞു. അതോടൊപ്പം അല്ലാഹു മറ്റൊരു ദൃഷ്ടാന്തത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ومن آياته أن خلق لكم من أنفسكم أزواجا, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നവൻ. അതിൽ ആയാത്തുണ്ട്, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണത്. നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു. പലപ്പോഴും പറയണം, ഭാര്യയിലോണ്ടല്ലേ സൃഷ്ടിച്ച് എന്ന് നമ്മളെ നോക്കി ചിലർക്ക് പറയലില്ലേ? അപ്പോ വളഞ്ഞ ഭാര്യയിലോണ്ടാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് പറയാറില്ലേ? ആദം നബി അലൈഹി സ്വലാമിന്റെ ഭാര്യയിൽ കൊണ്ടാണ് സ്ത്രീകളെ സൃഷ്ടിച്ചത്. അപ്പോ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളിൽ നിന്ന് തന്നെയാണ് നിങ്ങളുടെ ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ലിതസ്കുനു ഇലൈഹ, സ്ത്രീധന പീഡന വാർത്തകൾ പുറത്തു വരാൻ വേണ്ടിയിട്ടല്ല, ഗാർഹിക പീഡനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടല്ല, ആത്മഹത്യകൾ പെരുകാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചുകൊണ്ട് സമാധാനം അടയാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു വിവാഹം എന്ന പവിത്രമായ ഏർപ്പാട് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നത് എന്ന് മനുഷ്യരോട് പറയണം. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, ഇതും അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. ഏതോ നാട്ടിലെ ഏതോ മാതാപിതാക്കൾക്ക് ജനിച്ചുണ്ടായ രണ്ട് മനുഷ്യര് അവരൊന്നിച്ച് ജീവിക്കുക, വിവാഹത്തിന്റെ കരാറോടുകൂടി അവർക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹവും കരുണയും ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ അവർ ഒന്നിച്ച് ജീവിക്കുകയാണ്. ഇനി അവരുടെ വരും തലമുറ, അവരുടെ കുഞ്ഞുങ്ങൾ വരേണ്ടത് ഈ പെണ്ണിന്റെ
വയറ്റിൽ നിന്നാണ്. ഈ പെണ്ണാണ് അവന്റെ കുഞ്ഞിനെ ഗർഭം ചുമക്കേണ്ടത്, അവന്റെ കുഞ്ഞിനെ പ്രസവിക്കേണ്ടത് ഈ പെണ്ണാണ്, പാലൂട്ടേണ്ടത് ഈ പെണ്ണാണ്. എന്നിട്ട് വൃത്തികെട്ട നീതികെട്ട മനുഷ്യര് അവരോട് പണത്തിന് ആവശ്യപ്പെടുന്നു. അവളുടെ വീട്ടിൽ നിന്ന് പണം ആവശ്യപ്പെടുന്നു. നിങ്ങൾക്ക് നികത്താൻ കഴിയാത്ത നഷ്ടമാണ് നിങ്ങൾ അവരുടെ ശരീരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പെണ്ണും ഒരാണും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ ആരുടെ ശരീരത്തിനാണ് കോട്ടം തട്ടുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പുരുഷന് ഒരു വിവാഹം കഴിച്ചിട്ട് 2 3 വിവാഹം കഴിച്ച് ഒഴിവാക്കിയിട്ട് വേറൊരു പെണ്ണ് കെട്ടാം. പക്ഷെ പെണ്ണിന് അത് പറ്റുമോ? ഒരു വിവാഹം കഴിച്ച് ഒന്ന് പ്രസവിച്ചാൽ അവളുടെ ശാരീരിക സൗന്ദര്യം നഷ്ടപ്പെട്ടു, ഇല്ലേ? ആ പെണ്ണിന് മാർക്കറ്റിലെ വിലയില്ല. അങ്ങനെ ശാരീരികമായും മാനസികമായും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പെണ്ണിനെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഉമ്മയെ നാണമില്ലേ നിങ്ങൾക്ക് വില പേശാൻ? അവരെ ഇങ്ങോട്ട് എടുക്കുന്നത് എന്തോ ഒരു ഭാരം പോലെ, നിങ്ങളുടെ വീട്ടിലെ അലക്കുകാരിയെ പോലെ, നിങ്ങളുടെ വീട്ടിലെ തേപ്പുകാരിയെ പോലെ അവൾ പണിയെടുക്കുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് വസ്ത്രം അലക്കി തരാൻ വേണ്ടിയിട്ടും, അല്ലേ? അങ്ങനെ പണിയെടുക്കുന്ന ഒരു പെണ്ണിനെ അവൾക്ക് യാതൊന്നും നിങ്ങൾ കൊടുക്കേണ്ട കൂലിയായിട്ട്, പക്ഷേ ഒരു പാരിതോഷികം നൽകി നിങ്ങൾക്ക് അവരെ സ്വീകരിച്ചുകൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക്? പുനർവിചിന്തനം നടത്തണം സഹോദരങ്ങളെ, പുനർവിചിന്തനം നടത്തണം സഹോദരികളെ. എന്തുകൊണ്ടെന്നാ, നമ്മുടെ മക്കളെങ്കിലും, വരും തലമുറയിലെ നമ്മുടെ മക്കളെങ്കിലും ഹറാമ് കൊണ്ട് ആരംഭിക്കരുത്. വിവാഹ ജീവിതം പവിത്രമാണ്, സുദൃഢമായ ഒരു കരാറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച കാര്യത്തിൽ അല്ലാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു കാര്യം, സിംഹാസനം അല്ലാഹുവിന്റെ അർശ് പോലും കുലുങ്ങുന്ന രൂപത്തിലുള്ള കോപമുണ്ടാകുന്ന ഒരു കാര്യമാണ് വിവാഹമോചനം. അപ്പോ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കൂടെ അന്തിയുറങ്ങി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തി നിങ്ങൾക്ക് വയ്യാതാവുമ്പോ വിളിക്കാൻ ആരാണുള്ളത്? ആ പെണ്ണിനെയല്ലേ നിങ്ങൾക്ക് വിളിക്കാനുള്ളത്, നിങ്ങളുടെ ഭാര്യയല്ലേ നിങ്ങൾക്ക് വിളിക്കാനുള്ളത് വയ്യാതാവുമ്പോ? അപ്പോ അങ്ങനെയുള്ള ഒരു പെണ്ണിനെ നിങ്ങൾ പാരിതോഷികം കൊടുത്തുകൊണ്ടാണ് സ്വീകരിക്കുന്നത്. നമ്മളുടെ മക്കളെ ഇതേ രൂപത്തിൽ അവരുടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കേണ്ട, കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തേണ്ട, നമ്മളുടെ മക്കൾക്ക് ഹിദ്മത്ത് ചെയ്യേണ്ട ഒരു പെൺകുട്ടിയാണ് വീട്ടിലേക്ക് കടന്നു വരേണ്ടത്. അതുകൊണ്ട് അവളെ പാരിതോഷികം നൽകി സ്വീകരിക്കുക. ഇസ്ലാമിന്റെ സുന്ദരമായ ഇസ്സത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളൊരു മാതൃകാ സമൂഹമാണ് എന്ന് ഈ മനുഷ്യകുലത്തെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഈ ബാധ്യത നിറവേറ്റുക. അതോടൊപ്പം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. എന്താ ഇപ്പോ പ്രാർത്ഥിച്ചത്? അല്ലാഹുവേ, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഹബ് ലനാ മിൻ അസ്വാജിനാ വമിൻ ദുരിയാതിനാ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണമേ. അവർ പിഴച്ചു പോയാൽ നമുക്ക് സഹിക്കില്ല. അവരിൽ നിന്ന് കൺകുളിർമ നമുക്ക് നൽകണമേ, ഞങ്ങൾക്ക് നീ നൽകണമേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. പോരാ, മുത്തഖികളായ സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് ഞങ്ങളെ മാതൃകയാക്കണമേ, ഇമാമാക്കണമേ, അവരുടെ നേതാക്കളാക്കണമേ. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ നേതാവാക്കണേ എന്നല്ല പ്രാർത്ഥന, മറിച്ച് എന്താണ്, അവരിലെ ഏറ്റവും നല്ല മാതൃകയുള്ള സ്വഭാവത്തിന് ഉടമകളാക്കി ഞങ്ങളെ നീ മാറ്റണേ എന്നാണ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. ഒരു വട്ടം കൂടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. رب ارحمهما كما ربياني صغيرا. رب ارحمهما كما ربياني صغيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة
وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.